അപ്പോൾ ഗൈസ് നമുക്കിന്ന് അടുത്ത റീൽ വന്നിട്ടുണ്ട്. ആർച്ചിൻ്റെ ക്രൂയിസ് എന്ന് പറയുന്ന ഒരു റീലാട്ടോ വന്നിരുന്നത്. സാധാരണ റീൽ നമ്മൾ തമ്പാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡിൽ ഇറക്കുമ്പോൾ തമ്പാർ റിലീസ് ആവണമല്ലോ. പക്ഷെ ഇതിൻ്റെ ഉണ്ടോ, തമ്പാർ പ്രസ് ചെയ്ത് തന്നെ ഇരിക്കാം, പക്ഷേ ഹാൻഡിൽ ഇറക്കി കഴിഞ്ഞാൽ തമ്പാർ റിലീസാവില്ല. കണ്ടോ, ഇതാണ് ഈ റീലിൻ്റെ പ്രശ്നം. ഇത് നമുക്ക് കണ്ടുപിടിക്കണം എന്താ പ്രശ്നം നോക്കണം. കൂട്ടത്തിൽ ഫുള്ളൊന്ന് അങ്ങനെ ക്ലീൻ ചെയ്ത് സുന്ദരക്കുട്ടപ്പനാക്കി എടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്ന് അയച്ചു നോക്കാം. അപ്പോൾ നമ്മളിത് റീൽ അയച്ചിട്ടുണ്ട്. റീലിൻ്റെ ഹാൻഡിൽ നമ്മൾ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷാഫ്റ്റേൽ കണ്ടോ, മെയിൻ ഷാഫ്റ്റേൽ ഒരു തരം എന്താ പറയുക, ഉപ്പിൻ്റെ കണ്ടൻറ്റ് പോലെ ഒരു വൈറ്റ് കളറിലൊരു ഇതുണ്ട്, ഒരു ഫോം. അത് ഭയങ്കര ടൈറ്റൊക്കെ ആയിട്ടിരിക്കുന്നത്. ബോഡിയിലൂടെയൊക്കെ പാർട്സൊക്കെ ഇളകിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇത് നമുക്ക് കുറച്ച് റീലുകളായി കാണും. ഇത് സോൾട്ട് വാട്ടർ വരുന്ന ഏരിയയിലുള്ള റീലുകൾക്കാണ് ഇങ്ങനെ വരുന്നത്, എനിക്കറിയില്ല. ഞാനിങ്ങനെ കുറച്ച് റീലുകൾക്ക് ഇപ്പോൾ കണ്ടു. അതിൻ്റെ ഉള്ളിൽ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാഷലൊക്കെ തുരുമ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉപ്പിൻ്റെ അംശമുള്ള വെള്ളത്തിൽ ഉപയോഗിച്ചുകൊണ്ടാവാം ഒരു പക്ഷേ ഇങ്ങനെ വരാൻ സാധ്യത. കൂടുതൽ ഉപ്പ് വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ വരാറ്. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പരമാവധി റീല് കഴുകി നീറ്റാക്കി വെക്കുക. ഓയിലും ഗ്രീസൊക്കെ ഇട്ട് പക്കയാക്കി വെക്കുക കേട്ടോ. എന്താ റീല് ഡാമേജ് ആവും. ഒരു പക്ഷേ ഉപ്പിൻ്റെ അംശം ഉള്ളിൽ പോയതുകൊണ്ട് എന്തെങ്കിലും സ്പെയർ ഒടിഞ്ഞ് പോയതാവും ഇതിന് കംപ്ലൈൻറ്റ്. അപ്പോൾ എന്തായാലും ബാക്കി അയച്ചു നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആർച്ചിൻ്റെ ക്രൂയിസ് എന്ന് പറയുന്ന റീല്. ഓക്കെ, നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ തമ്പാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ പോയില്ല. എൻ്റെ റീസൺ ഉണ്ടോ, ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് അത് വർക്കാവാത്തത്. സോ അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ റെഡിയാവും. ഈ റീല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ ഒരു റീലുമായിട്ട് നല്ല സാദൃശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം നല്ലൊരു 90% ആ സെയിം രീതിയിൽ തന്നെ ഇതിൻ്റെ ഉൾവശിരിക്കുന്നത്. പുറമേ ഉള്ള ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം ഞാൻ ഇതുണ്ടല്ലോ, ഇത് സെയിം വേറൊരു ബ്രാൻഡിൻ്റെ മെഷീനാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഉൾവശം നിങ്ങൾ നോക്കൂ. മറ്റേത് രണ്ടും ലെഫ്റ്റ് ഹാൻഡ് തന്നെയാണ്. കണ്ടല്ലോ, രണ്ടിൻ്റെ ഉൾവശം ഓൾമോസ്റ്റ് സെയിമാണ്, ഒരു വ്യത്യാസമില്ല. അതിൻ്റെ കമ്പോണൻസിൻ്റെ സൈസാണെങ്കിലും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്നു. എല്ലാം നമ്മുടെ ലൈൻ ഗൈഡറിൻ്റെ പിന്നെ അത് തുരുമ്പ് കണ്ടോ, ഇതിനകത്ത് ഒരു തുള്ളി ഗ്രീസോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തുരുമ്പാണത്. ഭയങ്കര തുരുമ്പത്. ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കാത്തതുകൊണ്ട് പറ്റുന്നതാണ്. സൂക്ഷിച്ച് ഉപയോഗിക്കാത്തതുകൊണ്ട് പറ്റുന്നതാണ്. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ തുരുമ്പായി പോകുന്നത്. സാധനമൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പരമാവധി നിങ്ങളത് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ക്ലിയറായിട്ട് ഓയിലല്ല ഗ്രീസ് കറക്റ്റായിട്ട് ഇതിലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ആവും. ഈ ഒരു റീലിൻ്റെ ഈ ഒരു സ്പ്രിങ് ആയിരുന്നു ഒടിഞ്ഞു പോയത്. അതുകൊണ്ടാണ് അത് ആ തമ്പാർ പ്രോപ്പറായിട്ട് വർക്കാവുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. ഈ ഒരു സ്പ്രിങ് പോയതുകൊണ്ടാണ്. നമ്മൾ ഈ ഒരു സ്പ്രിങ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം സെറ്റാവും. നമ്മളത് റീല് ഫുള്ളാ വെച്ച് സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. കുറച്ചല്ല, ഓൾമോസ്റ്റ് നമ്മൾ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, കണ്ടല്ലോ, ഇതാണ്. അപ്പോൾ നമ്മളത് ആർച്ചിൻ്റെ ക്രൂയിസ് ഫുൾ സർവീസ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം തമ്പാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡിൽ ഇറക്കുമ്പോൾ ഇറക്കാൻ പോയിട്ടായിരുന്നു. അപ്പോൾ അതേ റെഡിയാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അതേ നമ്മൾ റെഡിയാക്കി സെറ്റാക്കി. നേരത്തെ ഇങ്ങനെ കറക്കിയൊന്നും കറങ്ങില്ലായിരുന്നു, അത്രയും സ്ലോ ആയിരുന്നു റീല്. അപ്പോൾ നല്ല
പക്കാ സ്മൂത്തായിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് ക്ലീൻ ചെയ്യാനുണ്ട്, ഫുള്ള് ലാസ്റ്റായിട്ട് മൂന്നാമത് ക്ലീൻ ചെയ്യും, സംഭവം സെറ്റ്. ഓക്കെ.